അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, ഇന്ന് നമ്മോടൊപ്പം നമ്മുടെ ബൈത്തുൽ ഖുർആൻ സന്ദർശിക്കാനെത്തിയ അഷ്ടമുടിയുള്ള ഖമറുദ്ദീൻ ആശാൻ എന്ന് പറയുന്ന എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പുള്ള ബന്ധം, 2 പതിറ്റാണ്ടിനപ്പുറമുള്ള ബന്ധമാണ്. അതുപോലെ തന്നെ ഒരു ജീവകാരുണ്യ പ്രവർത്തനം, ഒരു ദാഴി, അതുപോലെ നല്ല ഒരു മനസ്സിൻ്റെ ഉടമ. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇദ്ദേഹം വന്നപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മുടെ ആരോഗ്യപരമായും ദീനീപരമായൊക്കെ ഒരുപാട് ദഅവത്തും നല്ല ആലിമീങ്ങളുമായിട്ട് നല്ല ബന്ധങ്ങളുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം നമുക്ക് വേണ്ടി 2 വാക്ക് പറയും. അല്ലാഹു തആല നമ്മൾ കബൂൽ ചെയ്യുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. നമ്മുടെ ഈ പഠനം മധുരം, പ്രത്യേകിച്ച് ബൈത്തുൽ ഖുർആൻ, ഞങ്ങളുടെ ഖുർആൻ എന്ന് പറഞ്ഞാൽ ബൈത്തുൽ ഖുർആൻ എന്ന് പറയുന്നത് ഖുർആൻ പഠിച്ച് മറന്നവരെ പഠിപ്പിക്കുക. അതായത് ഇവിടെ ഞങ്ങളുടെ കൂടെ ഇപ്പോൾ ഒരു ദിവസം കൂടിയാൽ അറബി എഴുത്തും വായനയും ഒരു ദിവസം കൊണ്ട് പഠിപ്പിക്കും. 2 ദിവസം ഞങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ അവർ ഖുർആൻ പഠിച്ച്, അതായത് ഖുർആൻ ഓതി തുടങ്ങിയിരിക്കും. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും എളുപ്പം പഠിക്കാൻ പറ്റിയ അള്ളാഹുവിൻ്റെ കലാം ഏറ്റവും എളുപ്പം പഠിക്കാൻ പറ്റിയതാണെന്ന് ബോധ്യപ്പെടുത്തലാണ് ഞങ്ങളുടെ ബാധ്യത. ആർക്കും കഴിയും. ഒരു മനുഷ്യനും ഖുർആൻ പഠിക്കാൻ കഴിഞ്ഞില്ല എന്നതെന്ന് ഖേദത്തിൻ്റെ ആവശ്യമില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരു ദിവസം നമ്മളോടൊപ്പം കൂടിയാൽ മതി, നമുക്ക് ഖുർആനുമായിട്ട് ബന്ധപ്പെടാം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഖമറുദ്ദീൻ സാഹിബിനെ നമ്മൾ ഇതിനു വേണ്ടി ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യനായ നമ്മുടെ കുട്ടിയുടെ അബ്ദുസ്സലാം അദ്ദേഹം ഞങ്ങൾ തമ്മിൽ 30 വർഷത്തെ ബന്ധമുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ആരോഗ്യവകുപ്പിലെ സംസ്ഥാന ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലെ കുഷ്ഠരോഗികളെ ചികിത്സിക്കുകയും പരിശോധിക്കുകയും അത് കണ്ടുപിടിക്കുകയും ചികിത്സിക്കുന്ന തുടക്കത്തിൽ ഒരു ലെപ്രസി ഇൻസ്പെക്ടർ അൽഫാ പറഞ്ഞ പോലെ ഉള്ള ജോലിയിലായിരുന്നു. ലാസ്റ്റ് ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും അവസാനത്തെ 3 വർഷം ഗസറ്റ് ഓഫീസറായിട്ട്, അസിസ്റ്റന്റ് ലെപ്രസി ഓഫീസറായിട്ട് സ്കിൻ ഡിപ്പാർട്ട്മെൻറ്റ് ത്വക്ക് രോഗത്തിൻ്റെ സെക്ഷനിൽ നിന്ന് ഞാൻ പെൻഷനായ ആളാണ്. അപ്പോൾ ഞാൻ ഇവിടെ വന്ന കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഈ കുഷ്ഠരോഗം ബാധിച്ച ആൾക്കാരുമായും ഈ മെഡിക്കൽ കോളേജിലും ഹോസ്പിറ്റലുകളുമായി ബന്ധപ്പെട്ട് വീടാന്തരം കയറി ഇറങ്ങി രോഗികളെ കണ്ടുപിടിക്കുന്ന ജോലിയാണെങ്കിലും ഇതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളെല്ലാം ഹെൽത്തുമായി, നമ്മുടെ മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ടാണ് ഒന്ന്. അപ്പോഴും മനുഷ്യ ശരീരവുമായി ബന്ധപ്പെടുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ നാഥനെക്കുറിച്ച് നമുക്ക് ഓർക്കാതിരിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ അതിനെക്കുറിച്ച് ആമുഖമായി ജനറൽ നോളജ് മാത്രം ഇപ്പോൾ തൽക്കാലം പറയാം. വിഷയപരമായി സംസാരിച്ച് അതിൻ്റെതായ നിങ്ങളിലേക്ക് എനിക്ക് കിട്ടിയ ആ അറിവുകളെ ഞാൻ പങ്കുവെക്കാൻ ഞാൻ തയ്യാറാണ്. ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾക്ക് ഇൽമ് പഠിക്കണം. ഇൽമാണ് കാര്യം. ആദ്യം വിശുദ്ധ ഖുർആൻ ഇറങ്ങിയപ്പോൾ ആദ്യം പോയി നിസ്കരിക്കാനല്ല പറഞ്ഞത്, നോമ്പ് പിടിക്കാനല്ല പറഞ്ഞത്, സക്കാത്ത് കൊടുക്കാനല്ല പറഞ്ഞത്, ഹജ്ജ് ചെയ്യാനല്ല പറഞ്ഞത്. നിങ്ങൾ ഇഖ്റ ബിസ്മി റബ്ബിക്കൽ എന്ന വിശുദ്ധമായ ഖുർആൻ നിങ്ങൾ പഠിക്കുക, വായിക്കുക, എഴുതുക, അറിവ് നേടുക. അപ്പോൾ അറിവ് നേടിയതിന് ശേഷം മാത്രമേ നമുക്ക് കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകുള്ളൂ. ഒരു 100 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന പ്രതിഫലമാണ് നമ്മൾ ഒരു ഇൽമിൻ്റെ സദസ്സിൽ ഒരു ഇൽമ പഠിക്കാൻ വേണ്ടി ഒരിടത്ത് ഇരുന്നാൽ 100 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന പ്രതിഫലമാണ് അറിവുകൾ ഇൽമ പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കേൾക്കാൻ വേണ്ടി അത് നടക്കുന്ന സദസ്സിൽ അറ്റൻഡ് ചെയ്താൽ നമുക്ക് കിട്ട ലഭിക്കുന്നത്. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന മസ്ജിദ് നബിയിൽ വെച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് സഹാബാക്കളെ വെച്ച്, നബി, ഞാൻ ഈ ഭൂമി ലോകത്ത് വന്നാൽ, ജനിച്ച് ജാതനായി വന്നാൽ ഞാൻ അള്ളാഹുവിനോട് എന്താണ് ചോദിക്കേണ്ടത്? ആദ്യമായിട്ട് ഞാൻ എന്താണ് ചോദിക്കണോ എന്ന് ചോദിച്ചപ്പോൾ മുത്തുനബി പറഞ്ഞു, നീ ഹിദായത്തിന് വേണ്ടി ഒരു മുഅ്മിനായി മുസ്ലിമായി ജീവിച്ചു ഹിദായത്തിനായി ഈ ലോകത്ത് നിന്ന് ഇവിടെ വരാൻ വേണ്ടി നീ ചോദിക്കണം. അപ്പോൾ ഹിദായത്താണ് ഒന്നാമത്തെ. അതാണ് നമ്മുടെ നമ്മുടെ സുബഹി നിസ്കാരത്തിൽ 5 വഖത്ത് നിസ്കാരത്തിൽ സുബഹിയുടെ സമയത്ത് നമ്മൾ അള്ളാഹു ഹിദായത്തിന് അല്ലാഹുമ്മ ഇഹ്ദിനാ ഫീമൻ ഹദീത് വഅഫിനാ ഫീമൻ ആഫീത് വതവല്ലനാ ഫീമൻ തവല്ലൈത്. അതാ ഹദീസിനെ ബേസ് ചെയ്ത് ആ ദുആ അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഹിദായത്തിന് രണ്ടാമത് മുത്തുനബിയോട് ചോദിച്ച, നബി, ഞാൻ രണ്ടാമത് എന്താണെന്നാ എന്നാൽ പറയുന്നത്, നീ ഹെൽത്താണ്, ആരോഗ്യമാണ് ചോദിക്കാൻ പറഞ്ഞത്. ഇപ്പോൾ ഈ ആരോഗ്യം ചോദിക്കാൻ പറഞ്ഞിട്ട് പിന്നെ ഒരു രഹസ്യമുണ്ട്. സമ്പത്ത് ചോദിക്കാൻ പറഞ്ഞില്ല, മറ്റൊരു കാര്യങ്ങളും പറഞ്ഞില്ല. അപ്പം ആരോഗ്യം വളരെ ഇമ്പോർട്ടൻസ് ആണെന്നുള്ള കാര്യം പ്രവാചകന്റെ തിരുവായിൽ നിന്നും വന്ന മൊഴികൾ അടിസ്ഥാനത്തിൽ നമുക്ക്, അപ്പോൾ ഒന്ന്, പരിശുദ്ധ ഇസ്ലാമിൻ്റെ മുഅ്മിനായി ഈ ഭൂമി ലോകത്ത് ഹിദായത്തിലായി നമ്മൾ ജീവിക്കുക, ഹിദായത്തിലായി മരിക്കുക എന്നുള്ളതാണ് ബേസിക് ആയിട്ട് അടിസ്ഥാന ഒരു മുഅ്മിനിന്റെ ലക്ഷ്യം. 2, ആരോഗ്യം. ഈ ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ദിക്റുകൾ, സലാത്തുകൾ, നമസ്കാരങ്ങൾ, ദാനധർമ്മങ്ങൾ, നമ്മൾ ഏത് ഇൽമിന്റെ മജ്ലിസിലേക്ക് നടന്നു പോവുക, ഹജ്ജ് തുടങ്ങി ഈ പ്രപഞ്ച എല്ലാ മൂവ്മെന്റിനും ആരോഗ്യം വേണം. നമ്മുടെ ആരോഗ്യം ഇല്ല, കോടിക്കണക്കിന് സമ്പത്തുകളുണ്ട്,
നമ്മൾ സ്തംഭിച്ച് തളർന്നൊരു സ്ഥലത്തിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആരോഗ്യത്തിൻ്റെ അത് ഗൗരവമായിട്ട് കൈകാര്യം ചെയ്യാൻ മുത്തുനബി പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്. ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ തഹജ്ജുദ് നിസ്കാരങ്ങളും തസ്ബീഹ് നിസ്കാരങ്ങളും നമ്മുടെ ളുഹാ നിസ്കാരങ്ങളും നമ്മുടെ വിശുദ്ധ ഖുർആൻ തന്നെ അത് പാരായണം ചെയ്ത് അത് സ്വരമാതിരിയിൽ ഹൃദയങ്ങളിലേക്ക് ആഴത്തിലേക്ക് ചെന്ന് നമ്മൾ അള്ളാഹുവിൻ്റെ വിലായത്തിൻ്റെ അവിടെ പദവിയിൽ എത്താനും നമുക്ക് കാരണമാകുന്നത് ആരോഗ്യമാണ്. അപ്പോൾ ആരോഗ്യത്തെക്കുറിച്ച് തന്നെ നമുക്ക് ഒരു ദിവസം ഒരു ക്ലാസ്സിനെ കുറിച്ച് പറയാം. അപ്പം ഞാനിവിടെ പറഞ്ഞു വന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ അള്ളാഹു ഈ മനുഷ്യൻ ഈ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടനായ സൃഷ്ടിയാണ് മനുഷ്യൻ. ഈ മനുഷ്യൻ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളെയും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഓരോ ജീവജാലങ്ങൾക്ക് അതിൻ്റെതായ പരിപൂർണതയും അതിൻ്റെതായ സൗകാര്യതയും സൗന്ദര്യങ്ങളും അതിൻ്റെതായ പൂർത്തീകരണവും എല്ലാം ഉണ്ട്. അതിനോട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ച് അങ്ങനല്ല. മനുഷ്യൻ എന്ന് പറയുന്ന അത് പഞ്ചഭൂതങ്ങൾ 5 കൊണ്ട് മണ്ണ്, വെള്ളം, കാറ്റ്, തീയ്, ആകാശം 5 വസ്തുക്കൾ കൊണ്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ എവിടെ നിന്നാണ് ഞാൻ വരുന്നത്, എൻ്റെ അവസ്ഥ എന്താണ്, ഞാൻ ഈ ഭൂമി ലോകത്ത് വന്നു, ഇനി എൻ്റെ അവസാനത്തെ പോക്ക് എങ്ങോട്ടൊക്കെയാണ്, ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വ്യക്തിയോടുകൂടി വ്യക്തിപരമായി ഓരോ ആണും പെണ്ണും നമ്മൾ മനസ്സിലാക്കിയിരിക്കൽ നിർബന്ധമാണ്. അത് അല്ലാന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ദുനിയാവിലെയാണ് കുറേ കാര്യങ്ങൾ കണ്ടു കേട്ടങ്ങും കുറേ ഭക്ഷണങ്ങൾ കഴിച്ച് ആഹാരങ്ങൾ കഴിച്ചു വേഷങ്ങൾ നടത്തി നമ്മളങ്ങനെ പോയാൽ ഒക്കില്ല. അപ്പം നമ്മുടെ എവിടെ നിന്നാണ് നാം വരുന്നത്? നമ്മൾ തെറിച്ച് വീണ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, നാം നിങ്ങളെ തെറിച്ച് വീണ ഇന്ദ്രിയത്തുള്ളിൽ നിന്നാണ്, കണ്ടാൽ അറപ്പും വെറുപ്പും തോന്നുന്ന ഒരു വസ്തുവിൽ നിന്നാണ് നാം നിങ്ങളെ സൃഷ്ടിച്ചത്. അത് നമ്മൾ ശരിയാണ്. നമ്മുടെ പ്രായപൂർത്തിയാകുമ്പോൾ ആണും പെണ്ണും ആൺകുട്ടികളെ 16 വയസ്സിനും 14 ഇടയിൽ നമുക്ക് പ്രായപൂർത്തിയെത്തുമ്പോൾ നമ്മുടെ ബീജസ്കലനങ്ങൾ നമുക്കുണ്ടാകും, സ്വപ്നസ്കലനം പോലെ ഉണ്ടാകും നമുക്ക്, അല്ലെങ്കിൽ ലൈംഗിക വികാരങ്ങളും മറ്റും അതിൻ്റെതായ പ്രൗഢി വരുമ്പോൾ തെളിച്ചു വീണ ആ വസ്തു നമ്മുടെ ശരീരത്തിൽ പുറത്തു വയ്ക്കുമ്പോൾ നമുക്ക് അത് നമ്മുടേതാണെങ്കിൽ തന്നെ നമുക്ക് വിഷമമുണ്ട്, അത് അറപ്പ് വെറുപ്പ് ഉണ്ടാകുന്നുണ്ട്. അത് വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ല, അതിൽ നിന്ന് തെളിച്ചു വീണ അത് ഇണ ചേരുമ്പോൾ ഭാര്യയും ഭർത്താവും ആണും പെണ്ണും തമ്മിൽ പരസ്പരം ഇണ ചേരുമ്പോൾ പങ്കാളികളെ ഇണ ചേരുമ്പോൾ സ്കലിച്ച് വീഴുന്ന ഗർഭാശയത്തിലേക്ക് തെളിച്ചു വീഴുന്ന ഇന്ദ്രിയത്തുള്ളിൽ നിന്നാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചത്. അപ്പോൾ ഈ അവസ്ഥ നമ്മൾ ഇവിടിപ്പം ജീവിച്ചിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഓർക്കണം. എൻ്റെ വാപ്പ എൻ്റെ കല്യാണം കഴിച്ച് എൻ്റെ ഉമ്മയെ കല്യാണം കഴിച്ച് വന്നു. അപ്പോൾ നമ്മളത് അറിയുന്ന എങ്ങനെയാണ്? നമ്മുടെ വിവാഹം കഴിച്ച് കല്യാണം കഴിച്ച് ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ അപ്പോൾ നമ്മൾ കല്യാണം കഴിച്ച ആദ്യ രാത്രി ഭാര്യയായിട്ട് പല സന്ദർഭങ്ങളായി ഇണ ചേർന്നു. അതിൽ പല സമയത്തുള്ള ഏതെങ്കിലും ഒരു സംസർഗത്തിലാണ് സംയോഗത്തിലായിരിക്കും ഒരു കുട്ടി ജനിക്കുന്നത്. അപ്പോൾ കുട്ടിയുടെ ആ കാര്യങ്ങൾ ഓർക്കുമ്പോഴാണ് അപ്പം നമ്മുടെ കാര്യങ്ങൾ നമ്മൾ അവിടെ ഓർക്കണം. അപ്പോൾ ഈ ഒരു കാര്യം ഇതിനകത്തുണ്ട്. അപ്പം അതിൽ നിന്നാണ് നമ്മൾ വന്നത്. അപ്പം നമ്മൾ ഈ ഭൂമി ലോകത്ത് വന്നതിന് ശേഷം അള്ളാഹു തആല ഈ ഒരു സ്വയം ശക്തിയുള്ള ആളല്ല ഈ മനുഷ്യൻ എന്ന് പറയുന്ന വസ്തു. സ്വയം ശക്തിയുള്ളതല്ല, അത് പ്രത്യേകം ഗൗനിക്കണം. നമ്മുടെ ഈ ഹ്യൂമൻ ബോഡി, ഈ മനുഷ്യ ശരീരത്തെ ഈ ഭൂമിയിലുള്ളതായ മുളച്ചു പൊന്തുന്ന ഭക്ഷണങ്ങൾ, ആഹാരങ്ങൾ, നമ്മളെ ഫ്രൂട്ട്സുകൾ, പഴവർഗ്ഗങ്ങൾ, മറ്റ് ഇതര ജീവികളുടെ പാല്, ഇങ്ങനെയെല്ലാം നമ്മൾ കുടിച്ച് നമ്മൾ ഈ ഭൂമിയിൽ അള്ളാഹു സൃഷ്ടിക്കപ്പെട്ട ഭക്ഷ്യവസ്തുക്കളും പലതരത്തിലുള്ളതായ വായു, വെള്ളം, ആഹാരങ്ങൾ, ഫ്രൂട്ട്സുകൾ ഇതെല്ലാം നമ്മൾ കഴിച്ചാണ് നമ്മൾ ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്നത്. അപ്പോൾ ഈ മനുഷ്യൻ്റെ വരവിനെ സംബന്ധിച്ചിടത്തോളം അത് നമ്മൾ വിശ്വാസപരമായി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസപരമായും കർമ്മപരമായിട്ടും 2 വിഷയങ്ങളാണ്. ഒന്ന് വിശ്വാസം എന്ന് പറഞ്ഞാൽ അദൃശ്യമാണ്, കാണാൻ പറ്റില്ല. വിശ്വാസം നമുക്ക് കാണാൻ പറ്റില്ല. കർമ്മങ്ങൾ അതല്ല. അപ്പോൾ ഈമാൻ കാര്യം എന്ന് പറയുന്നത് അത് നമുക്ക് കാണാൻ പറ്റില്ല. കാര്യം അള്ളാഹു പ്രപഞ്ചനാഥനായ അദൃശ്യമായ ശക്തിയെ നമ്മൾ വിശ്വസിക്കൽ ആണ് അവിടെ ഈമാൻ. എൻ്റെ ഭാഗമായിട്ട് 1. 2 അള്ളാഹുവിൻ്റെ മലായിക്കത്തുകളെ കുറിച്ചുള്ള മലക്കുകളെ നമുക്ക് കാണാൻ പറ്റില്ല. 3 നമ്മുടെ പിന്നെ നമുക്ക് പറയുന്ന അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഇപ്പോൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നു, അന്ന് കാണാമായിരുന്നു. പക്ഷേ നമുക്ക് പ്രവാചകൻ അതിനു മുമ്പുള്ള ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഇങ്ങോട്ട് 1.5 ലക്ഷത്തോളം വരെ വരുന്ന അന്ത്യപ്രവാചകൻ വരെയുള്ള പ്രവാചകന്മാർ ഭൂമി ലോകത്ത് ഉണ്ടായിരുന്നു എന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അദൃശ്യമാണ്. ഉണ്ടായിരുന്നുള്ള സത്യമാണ്. അപ്പോൾ ഉണ്ട്. പിന്നെ നമുക്ക് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഗ്രന്ഥം, വിശുദ്ധ ഖുർആൻ 7 അത് നമുക്ക് കാണാൻ പറ്റും. 4 അന്ത്യദിനത്തിലുള്ള വിശ്വാസം. അത് നമ്മൾ അന്ത്യദിനം നമ്മുടെ ഓരോരുത്തരും അന്ത്യം, നമ്മുടെ ഖിയാമം എന്ന് പറയുന്നത് നമ്മുടെ മരണമാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി ഭൂമി ലോകത്ത് നിന്ന് റൂഹ് പിടിച്ച് ശരീരത്തിൽ നിന്ന് വേർപെട്ട് കഴിയുമ്പോൾ ആ മനുഷ്യൻ്റെ ഖിയാമം നടന്നു കഴിഞ്ഞു. അങ്ങനെ ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരുടെയും അന്ത്യം പൂർണ്ണമാകുമ്പോഴാണ് ഖിയാമ ലോകം മൊത്തം അവസാനിച്ച് നാളെ മഹ്ശറിലേക്കുള്ള പൊതുവിചാരണയ്ക്ക് വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവരെയും ആത്മാക്കളെ അവിടെ എത്തിക്കപ്പെടും. അപ്പോൾ ആത്മാവിനെയാണ് നമ്മൾ അള്ളാഹു മഹ്ശറിലേക്ക് കൊണ്ടുപോകുന്നത്. ഇതിൽ അപ്പം വിശ്വാസപരമായിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ള കർമ്മപരമാണ്. അത് ശരീരം കൊണ്ട് ചെയ്യേണ്ട കർമ്മങ്ങളാണ്. നമ്മൾ അള്ളാഹു ഷഹദ് കലിമ ചൊല്ലു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. നമ്മൾ നാവ് കൊണ്ട് ശബ്ദിക്കണം, നാവ് ചലിപ്പിക്കണം, ശബ്ദം ഉണ്ടാക്കണം,
ഉള്ളിൽ കരുതലും വേണം. ഇത് 3 ആക്ഷനും കൂടി ഒരുമിച്ച് വരുമ്പോൾ അതവിടെ ആക്ഷൻ കർമ്മം നടന്നേ പറ്റൂ. രണ്ടാമത് നമ്മുടെ നമസ്കാരം, 5 നേരത്തെ നമസ്കാരം. 5 നേരത്തെ നമസ്കാരത്തിൽ ശരീരം വേണം, പിന്നെ അനുബന്ധ കാര്യങ്ങൾ. അപ്പം അവിടെയും പിന്നെ അത് കഴിഞ്ഞ് നോമ്പിന് നമുക്ക് കർമ്മം ചെയ്യേണ്ടതാണ്. ഭക്ഷണം ഉപേക്ഷിക്കണം, പല കാര്യങ്ങളും ചെയ്യണം. ഹജ്ജ് എന്ന് പറയുമ്പോൾ സമ്പത്ത് വേണം. നമ്മൾ വിദേശ രാജ്യങ്ങളിൽ അവിടെ പോയി നമ്മൾ നിർണ്ണയിക്കപ്പെട്ട സ്ഥലത്ത് പോയി കൽപ്പിക്കപ്പെട്ട സ്ഥലത്ത് ചെയ്യുമ്പോഴാണ് ഹജ്ജ് കർമ്മങ്ങൾ ചെല്ലുന്നത്. അപ്പം ഞാൻ ഇവിടെ പറയാൻ വന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മനുഷ്യൻ്റെ 2 അവസ്ഥയുണ്ട്. ഒന്ന് അദൃശ്യമായ ഒരു അവസ്ഥയുണ്ട്, ദൃശ്യമായ ഒരു അവസ്ഥയുണ്ട്. ഇപ്പം ഞാൻ നമുക്ക് ഒരു 3 ലോകങ്ങളെ കുറിച്ച് നമ്മുടെ മഹാന്മാർ കിതാബുകളിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇഹലോകവാസം, പരലോകം. ഈ ഭൂമി ലോകത്തുള്ള ഈ കാണുന്ന ഭൗതിക ലോകത്തുള്ള നമ്മുടെ വാസമാണ് ഇഹലോകവാസം എന്ന് പറയുന്നത്. പരലോകം എന്ന് പറഞ്ഞാൽ മരണാനന്തര ശേഷം നമുക്കുണ്ടാകുന്ന ഒരു പാരത്രിക ലോകം. നമുക്ക് അത് കാണാൻ പറ്റില്ല, അത് അദൃശ്യമാണ്. ആവില്ല. പക്ഷെ ഇത് രണ്ടിനിടയിലൊരു വാസമുണ്ട്. അതാണ് ബർസഖി ലോകം എന്ന് പറയും. ബർസഖി, മറഞ്ഞ ലോകം. അപ്പം നമ്മളെ പാരത്രിക ലോകമുണ്ട്, ഇഹലോകമുണ്ട്. ഇത് രണ്ടിനിടയിലുള്ള ഒരു കാലമാണ് ബർസഖിയായ, മറഞ്ഞതായ ഒരു കാലം. ഈ മറഞ്ഞ കാലം ഈ ദുനിയാവിലുണ്ട്, നമുക്ക് മരണശേഷമുണ്ട്. ഏതാണ് അത്? നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഭൂമിയിൽ എത്തിച്ച് ഇങ്ങോട്ട് ആഗമനം, നമ്മൾ ഭൂമിയിലേക്ക് ജനിച്ചു വരുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ തന്നെ നമ്മളിവിടെ വരുന്ന ഒരു മറഞ്ഞ കാലമുണ്ട്. നമ്മൾ ഭൂമിയിലുണ്ട്, പക്ഷെ നമുക്ക് ഈ ഭൂമിയിൽ സൂര്യൻ ഉദിക്കുന്നു, ചന്ദ്രൻ അസ്തമിക്കുന്നു, രാത്രി വരുന്നു, പകൽ വരുന്നു, ഇവിടെ മഴ, ജലപ്രളയം ഉണ്ടാകുന്നു, അസുഖങ്ങൾ വരുന്നു, ഡോക്ടറെ കാണുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഉള്ള സമയത്ത് ഈ ലോകത്ത് തന്നെ നമ്മളുണ്ട്, പക്ഷെ നമുക്കറിയില്ല. ആ ബർസഖി ലോകമാണ് 10 മാസം ഉമ്മയുടെ ഗർഭാശയത്തിൽ നാം കഴിഞ്ഞ കാലം. 10 മാസം 40 ആഴ്ച, 40 വീക്സ് എന്ന് പറയും. 49, 36, അതാണ് 10 മാസക്കാലം നമ്മൾ ഭൂമി ലോകത്തുണ്ടായിരുന്നു. പക്ഷേ ഈ ഭൂമി ലോകത്ത് തന്നെ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ നമ്മൾ അറിയില്ല. പക്ഷേ ഇത് ആ സമയത്ത് വയറ്റിൽ കിടക്കുന്ന കുട്ടിയോട് നമ്മൾ പറയുകയാണ്, നീ ഇപ്പോൾ ഭൂമി ലോകത്താടെ, ഇവിടെ കറണ്ട് നമ്മൾ സൂര്യോദിക്കുന്നുണ്ട്, ഇവിടെ ഭയങ്കര ചൂട്, അത്യാവശ്യമാണ്, ഫാനല്ല, അതില്ല, ഇതെന്നൊക്കെ പറഞ്ഞാൽ അംഗീകരിക്കത്തില്ല. പിന്നെ നമ്മൾ അംഗീകരിക്കുന്ന എപ്പോഴാണ്? നമ്മൾ കല്യാണം കഴിച്ച് നമ്മൾ ഭാര്യ ഗർഭിണിയായി വരുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മൾ കുട്ടിയാകുന്നു. പക്ഷേ ഈ കുട്ടിക്ക് നമ്മൾ പുറത്ത് പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ പറ്റില്ല. 6 മാസം കഴിയുമ്പോൾ അതിന് കേൾവി കൊടുക്കും, പക്ഷെ കാഴ്ചശക്തി ഇല്ല. അപ്പം അതാണ് ബർസഖി. അപ്പം അത് മനസ്സിലാക്കണേ. അപ്പം നമ്മൾ ഈ ഭൂമി ലോകത്തെ വാസത്തിൽ നമുക്കൊരു 10 മാസക്കാലം മറിഞ്ഞതായ ഒരു കാലം ബർസഖി ലോകമുണ്ട്. ആ ബർസഖി ലോകം നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയാലും അത് ഗർഭാശയ കാലഘട്ടമാണ്. അപ്പോൾ ഈ ഗർഭാശയ കാലഘട്ടം നമ്മൾ ഈ ഭൂമിയിലുണ്ട്. പക്ഷേ ഈ 10 മാസക്കാലം ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങളെ സംബന്ധിച്ച് ഒന്നും നിങ്ങൾ അറിയുന്നില്ല. അപ്പോൾ അത് നമ്മൾ വിശ്വസിക്കണ്ടേ? അപ്പോൾ അത് നമ്മൾ വിശ്വസിക്കുമ്പോൾ തീർച്ചയായിട്ടും പിന്നെയും മരണശിഷ്ടം നമ്മുടെ ഒരു ബർസഖി ലോകമുണ്ട്. അതെങ്ങനെയാണ്? മരിച്ചത് നമ്മളെ പരലോകത്തല്ലേ കൊണ്ടുപോകുന്നത്. നമ്മളെ ഇവിടുന്ന് നേരെ കൊണ്ടുചെന്ന് ഇവിടെ കുഴിച്ചിടുന്ന പള്ളിക്കാട്ടിലെ മയ്യത്തുകളുടെ മയ്യ അടങ്ങിയിരിക്കുന്ന വാടികളാണ് നമ്മൾ കുഴിച്ചിടുന്നത്. അവിടെ നമ്മൾ ഹിസാബിന് വേണ്ടി അല്ലാഹു തആല ലോകത്തുള്ള എല്ലാ പ്രപഞ്ചത്തിലെ എല്ലാ മനുഷ്യനെയും അന്ത്യമായി ഫയൽ ക്ലോസ് ചെയ്ത് വിചാരണക്കാരെ വിളിച്ചിടുന്ന പരമശിവ സന്നിധിയിലേക്ക് ഒരു പൊതുവിചാരണയ്ക്ക് വിളിക്കുന്ന സമയം വരെ നമ്മുടെ കബറാകുന്ന മണ്ണറയിൽ നമ്മളെ റിമാൻഡ് പുള്ളിയാണ്. റിമാൻഡ് നമ്മൾ സാറിന് ഇപ്പോൾ പോലീസുകാർ ഒരു കേസിൽ ഒരു പ്രതിയെ പിടിച്ചാൽ എന്താ ചെയ്യുന്നത്? കുറ്റം ചെയ്ത പോലെ തെറ്റാണോ എന്തോ ആണോ ബാക്കി വേറെ പ്രശ്നം. പോലീസ് പിടിച്ചുകൊണ്ട് ചെന്നാൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കും. മജിസ്ട്രേറ്റ് എന്താ പറയും? 24 മണിക്കൂർ ജുഡീഷ്യൽ കസ്റ്റഡി പോയി റിമാൻഡ് ചെയ്തേക്കും, ജയിലിൽ കൊണ്ട് 14 ദിവസം, അല്ലെങ്കിൽ കേസ് വിചാരണ നേരിടുന്ന കുറ്റപത്രങ്ങളൊക്കെ സമർപ്പിച്ച് രേഖകളൊക്കെ ആയിട്ട് നിങ്ങൾ വിചാരണയ്ക്കായിട്ട് വരുന്ന സമയം വരെ അവനെ സബ് ജയിലിലേക്ക് ഇട്ട്. നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മുടെ സബ് ജയിലാണ് ഖബറാകുന്ന ആ മണ്ണറ എന്നുള്ളത്. അത് ബർസഖി ലോകമാണ്. എന്ന് പറഞ്ഞാൽ മരണാനന്തര ജീവിതത്തിലുള്ള പരലോക ജീവിതത്തിലെ മനുഷ്യതയിലുള്ള പൊതുവിചാരണയും ഹിസാബും ശിക്ഷാശിക്ഷകളൊക്കെ നടപ്പിലാക്കി നമ്മളെ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ തീരുമാനിക്കപ്പെടുന്ന കാര്യങ്ങൾ, ആ കോടതി നടപടികളൊക്കെ പൂർത്തീകരിക്കുന്നത് വരെ ഒരു പറഞ്ഞ സ്ഥലത്ത്, അതാണ് ബർസഖി ലോകം. ഇപ്പം പിടിയിട്ടല്ലോ നിങ്ങൾക്ക്. അപ്പം 2 കാര്യം രണ്ടായിട്ട് തന്നെ മനസ്സിലാക്കിയിരിക്കണം. ഒന്ന്, ഈ ഭൂമി ലോകത്ത് വന്ന നമ്മൾ 10 മാസക്കാലം ഭൂമിയിൽ ഉണ്ടായിരുന്നു. പക്ഷെ ആദ്യത്തെ 10 മാസം ഉമ്മയുടെ ഗർഭാശയത്തിലായിരുന്നതുകൊണ്ട് ദുനിയാവിലുണ്ട്, നമ്മൾ അറിയുന്നില്ല. അപ്പം ഈ ജീവിതത്തിലെ ബർസഖി ലോകം അതാണെന്ന് മനസ്സിലാക്കി. ഇനി രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞത് പരലോക ജീവിതം. ആ പരലോക ജീവിതത്തിന് ഖബറിലാകുന്ന വാസമാണ് യഥാർത്ഥത്തിൽ ബർസഖി ലോകം. ഇപ്പം പിടിയിട്ടല്ലോ. അപ്പോൾ ഇത് മനസ്സിലാക്കിയിരുന്നു. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ബർസഖി ലോകം കുറിച്ച് പറഞ്ഞു. അപ്പോൾ ബർസഖി ലോകം ഇത് ഈ ഐറ്റംസിനകത്ത് വരും. ഇപ്പം ഇതിനകത്ത് ഭൂമി ലോകത്തേക്ക് നമ്മൾ പ്രസവത്തിന് വരുന്ന സമയത്ത് നമുക്ക് കുറേ കാര്യങ്ങൾ മുന്നൊരുക്കങ്ങൾ നടക്കുന്നുണ്ട്.
നമ്മുടെ ഈ ഭൂമിലോകത്തേക്ക് വരുമ്പോൾ മുന്നൊരുക്കങ്ങൾ എന്താണെന്ന് പറയുന്നത് എന്തൊക്കെയാണ്? നമ്മളെ ഗർഭിണി ആകുമ്പോൾ തന്നെ ഡോക്ടറെ കാണുന്നു, അതിന് ഡോക്ടറെ കാണിച്ച് പരിശോധിക്കുന്നു, കുട്ടി ചരിഞ്ഞാണോ കിടന്നാണോ, ഗർഭാശയത്തിലെ ഓരോ മാസത്തെയും ഘട്ടത്തിൻ്റെ വളർച്ച, വിവിധ ഘട്ടങ്ങളിലുള്ള വളർച്ച ഭാഗമായിട്ട് ഡോക്ടർ ഇപ്പോൾ പറയുന്ന സ്കാനും അത്യന്താധുനിക സംവിധാനങ്ങളും അൾട്രാസൗണ്ടും ഒക്കെ ഉള്ളതുകൊണ്ട് കാര്യങ്ങൾ കിട്ടാം. പക്ഷേ 10 മാസക്കാലം വരെയും ഈ ഗർഭാശയത്തിന് കുട്ടി പുറത്ത് വരുന്നത് വരെ അതിന് ഒരുപാട് പരിചരണങ്ങളും രക്ഷാകവചങ്ങളും ചെയ്യുന്നു. പിന്നെയോ ആസ്പത്രിയിൽ ഇപ്പോൾ പ്രസവ വാർഡിലോ പ്രസവത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന സമയം എന്ത് ചെയ്യുന്നു? ഈ കുട്ടിയെ പ്രസവത്തിന് വേണ്ടി ലേബർ റൂമിലോ അല്ലെങ്കിൽ ആശുപത്രിയിലേക്ക് കയറ്റപ്പെടുന്ന സമയത്ത് തന്നെ ആ കുട്ടിയുടെ വരവിന് വേണ്ടിയിട്ട് ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് പുറത്ത് വാതിലാൾ നിൽക്കും. കുട്ടിക്ക് പേരിടാന്, കുട്ടിക്ക് ഇടത് ബാങ്കിലും വലത് ബാങ്കിലും ബാങ്ക് വിളിക്കുന്നതിന്, പിന്നെ നമുക്ക് കുട്ടിക്ക് മധുരം തൊട്ട് കൊടുക്കുന്നതിന്, നല്ല പേര് വിളിക്കുന്നതിനും മധുരം തൊട്ട് കൊടുക്കുന്നതിനും ഒക്കെ എന്ത് ചെയ്യും? ഇപ്പുറത്ത് നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് കൊച്ചിന് വേണ്ടി പൊടിക്കുഞ്ഞിന് വേണ്ടി കുട്ടി ഉടുപ്പുകൾ, പിന്നെ അതിന് വേണ്ടുന്ന പുതപ്പുകൾ എല്ലാമായിട്ട് ഒരു മാമ പപ്പ മമ്മമാര് വാപ്പമാര് വാപ്പാടെ വാപ്പ മച്ചമ്മയുടെ എല്ലാ ആൾക്കാരും ഇങ്ങനെ നിൽക്കുകയാണ്, സന്തോഷവും ഇതൊക്കെ ആയിട്ട്. ഇപ്പം ഈ കുട്ടിയുടെ വരവിനെ അതിന് ജനനത്തെക്കുറിച്ച് മുൻകൂട്ടി നമുക്കറിയുകയും അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളൊക്കെ നമ്മൾ ഇവിടെ നടത്തുകയും ഉടനെ അതിന് തൊട്ടിയൊക്കെ മേടിക്കുന്നു, തൊട്ടിയിലിട്ട് നമ്മൾ ആട്ടുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആട്ടുന്നു. അപ്പം അങ്ങനെ കുട്ടിക്ക് എന്താണ് സുഖശീതളുമേൽ അതൊരു തൊട്ടിൽ കിടന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുത്ത പാട്ടുപാടി അത് സുഖമായിട്ട് നമ്മൾ ഈ ഭൂമിലോകത്തേക്ക് വരുമ്പോൾ ഏതാണ്ട് 2 വർഷം വരെ പാൽ കുടിക്കുന്നു. 14 വയസ്സ് വരെ 16, ആൺകുട്ടികൾ ആണായാലും പെണ്ണായാലും പ്രായപൂർത്തിയുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ 12, ഒരു 16 വയസ്സ്, അതാണ് ഒരു വേരിയേഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ പീരീഡ് വരെ അവനൊന്നും അറിയുന്നില്ല, അവനെല്ലാം നിരാശ്രയനാണ്. കാര്യം അവിടെ എല്ലാം അവൻ ജനനം മുതൽ 16 വയസ്സ് പ്രായപൂർത്തി എത്തുന്നവരെ +2 വിദ്യാഭ്യാസം വരെ അവൻ്റെ ഉമ്മയും ബാപ്പയും ബന്ധുമിത്രാദിയും സ്വന്തക്കാരും എല്ലാം മതവിദ്യാഭ്യാസങ്ങളും ദർസും പിന്നെ കിതാബും എല്ലാ കാര്യങ്ങളും അവൻ ഒന്നും അറിയുന്നില്ല. അവിടെ വരെ അവൻ പ്രായപൂർത്തി എത്തിയിട്ടില്ല. അപ്പോൾ സ്വയം ശ്വസനശീലത്തിലേക്ക് പോയിട്ടില്ല, സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കാൻ പോകുന്നില്ല. അപ്പോൾ അവിടെ വരെ അവനൊന്നും അറിഞ്ഞിട്ടില്ല. ഈ 16 പൂർത്തിയിരിക്കുന്ന നിമിഷം മുതലാണ് ഇവൻ്റെ പേഴ്സണൽ വ്യക്തിപരമായ ഡ്യൂട്ടീസ് ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ ആരംഭിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത്. അപ്പം നമുക്ക് ഇപ്പം ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി, നമ്മുടെ ജനനവും ഗർഭാശയത്തിലുള്ള ബന്ധങ്ങളും 10 മാസക്കാലമാണ് ഗർഭാശയകാല ജീവിതം. പിന്നെ നമ്മുടെ മുലകുടി കാലം 2 വർഷത്തെ ബന്ധമാണ്. 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബാല്യകാലം, കൗമാരകാലം, യുവത്വകാലം, മധ്യാഹ്നകാലം, വാർദ്ധക്യകാലം, ഇങ്ങനെ 5 കാലങ്ങൾ. 120 ഇപ്പോഴത്തെ നമ്മുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ദൈർഘ്യം നമ്മുടെ ജനറലായിട്ട് ഇന്നത്തെ ഭൗതിക ലോകത്ത് നമ്മൾ മെഡിക്കൽ സയൻസ് 120 വയസ്സാണ് ഒരു മനുഷ്യൻ്റെ ലൈഫ് സ്പാൻ നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് അള്ളാഹു തന്നെ ഈ ടൈം ഇനി 5 തന്നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ 10 വയസ്സുകാലം ബാല്യകാലം, അതാണ് 7 വയസ്സെത്തുമ്പോഴത്തേക്ക് നിസ്കാര കാര്യത്തിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവരിക. 10 വയസ്സെത്തുമ്പോഴത്തേക്ക് അവൻ അതിലേക്കുള്ള നമ്മളെ ട്രെയിനിങ് ഒക്കെ കൊടുത്ത് വീട്ടിൽ നിർത്തി പടകൂടെയും കൂടെ നിർത്തി എല്ലാ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൈക്കറികൾ കാണിച്ച് അവനെ 10 വയസ്സെത്തുമ്പോൾ അവനെ നിസ്കരിച്ചിങ്ങനെ കടിക്കാൻ പറഞ്ഞിരിക്കുന്ന 16-ലെത്തുമ്പോൾ അവൻ സ്വയം പ്രാപ്തനായി തീരണം. അപ്പം ആ 10 വയസ്സ് ആ കാലഘട്ടത്തിൻ്റെ ടൈമുകൾക്ക് വളരെ വ്യത്യാസമുണ്ട്. 10 വയസ്സിൽ കഴിഞ്ഞാൽ പിന്നെ അടുത്ത കാലം കൗമാരകാലം എന്നൊരു സാധനം ഇപ്പോഴത്തെ 12 ആണെങ്കിലും 10 വയസ്സ് മുതൽ 20 വയസ്സ് വരെയുള്ള കാലകാലം അഡോൾസൻ്റ് പീരീഡ് എന്ന് പറയും. 10 വയസ്സ് വരെ കൗമാരം. ഈ പ്രായത്താണ് കുട്ടികൾക്ക് മാനസിക സംഘർഷം ഉണ്ടാകുന്നത്. ഉദാഹരണം 10ാം ക്ലാസ്സിലേക്ക് എത്തുന്ന സമയത്ത് കുട്ടികൾക്ക് മീശ മുളയ്ക്കും, മാംസത്തിന് ദൃഢതകൾ വരും, പിന്നെ സ്വരവ്യത്യാസങ്ങൾ വരും. ഞാനൊരു പുരുഷന് അവരുടെ ശരീരത്തിനും സ്വരത്തിനും ഒക്കെ വ്യത്യാസം, ശരീരത്തിൻ്റെ ഒരുപാട് പ്രകടമായ മാറ്റങ്ങൾ വരും. ഈ സമയത്ത് ഇന്നലെ വരെ അവനെ എല്ലാത്തിനും ആശ്രയിച്ചുകൊണ്ടിരുന്നവരെ എല്ലാം ആശ്രയിക്കാതെ പുതിയ കൂട്ടുസംഘങ്ങളെയൊക്കെ നമ്മൾ തേടിപ്പോകും. അപ്പം ഞാൻ പറഞ്ഞതിന് അതിനെക്കുറിച്ച് വിശദീകരിച്ച് ഒരുപാട് പറയേണ്ടി വരും, പിന്നെ സംസാരിക്കാം. അപ്പോൾ 20 വയസ്സ് കാലം കഴിഞ്ഞാൽ 40 വയസ്സ് വരെയുള്ള ആ ഒരു കാലമാണ് യുവത്വ സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ സ്റ്റേജ് വളരെ ഒരു മനുഷ്യൻ്റെയും ഏതൊരു ജീവജാലങ്ങളുടെയും ഒരു യുവത്വ സ്റ്റേജ് എന്ന് പറയുന്നത് ഭയങ്കര. അപ്പോൾ അതിന് ഉള്ള രീതിയിൽ നമ്മൾ അവിടെ എത്തുക. അങ്ങനെ നമ്മൾ 40 വയസ്സ് എത്തുമ്പോഴാണ് ഒരു മനുഷ്യൻ പൂർണ്ണതയിലെത്തുന്നത്. അറിവും നോളജും കാര്യങ്ങൾ, അതാണ് പ്രവാചകനെ നുബുവത്തെത്തിയത് 40ാമത്തെ വയസ്സിലാണ്. എല്ലാ മനുഷ്യൻ്റെയും 40 വയസ്സെത്തുമ്പോൾ നമ്മുടെ ആരോഗ്യം പൂർണ്ണതയിലെത്തി 1/3 ഭാഗം വെട്ടിക്കുറയ്ക്കും. പിന്നെ നമ്മുടെ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ 40 മുതൽ 60 വയസ്സുള്ള 70 വയസ്സ് വരെയുള്ള കാലഘട്ടം, 70 മുതൽ 90 വരെയുള്ള കാലഘട്ടം. അപ്പം ഇതിനിടയിൽ നമുക്ക് തലമുടി നരയ്ക്കാൻ തുടങ്ങുന്നു, പലതരം അസുഖങ്ങൾ വരുന്നു. അപ്പോൾ അതുപോലെ മസിലിന് ശക്തി കുറഞ്ഞു വരുന്നു, ഓടാനും പഴയ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ. അപ്പം നമ്മൾ 60 വയസ്സെത്തുമ്പോൾ നമ്മൾ വയസ്സാവുന്നു, മെമ്മറി കുറയുന്നു, കണ്ണുനീര് കുറയുന്നു, ഉമിനീര് കുറയുന്നു, ശരീരത്തിൻ്റെ ദഹനരസങ്ങൾ കുറയുന്നു, ദഹനമില്ല, പഴയതുള്ള മസൊന്നും പിടിക്കുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശരീരത്തിൽ മാറ്റം നടക്കുന്നു. ഇത് നമ്മളടുത്ത് ചോദിച്ചിട്ടൊന്നുമല്ല. അള്ളാഹു താല ഒരു മനുഷ്യൻ്റെ അടുത്ത് നിന്നെ മീശ മുളയ്ക്കുന്നതും
നമ്മുടെ യുവാവാകുന്നതും നമ്മുടെ മുടി നരയ്ക്കുന്നതും നമ്മുടെ പല്ല് കഴിയുന്നതും ഇതെല്ലാം അള്ളാഹു തആല നമ്മുടെ ചോദിച്ചിട്ടൊന്നുമല്ല. പക്ഷേ ഈ ശരീരത്തിൽ നടക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് നാം വ്യക്തമായി അത് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അള്ളാഹുവിൻ്റെ ശക്തിയെക്കുറിച്ചും ഇതിൻ്റെ പിന്നിൽ ഒരു കൺട്രോളിങ് അതോറിറ്റി, ഒരു സൂപ്പർഫിഷ്യൽ അതോറിറ്റി എൻ്റെ പിന്നിലുണ്ട് എന്നുള്ളൊരു ബോധം നമ്മുടെ ശരീരത്തിൽ ഈ മാറ്റങ്ങളെ ബേസ് ചെയ്തിട്ട് നമ്മൾ സ്വയം ഒന്ന് ചിന്തിക്കണം. ആ ചിന്ത നമുക്കിവിടെ വേണം. അത് നമുക്കില്ലാതെ പോയി. അപ്പം നമ്മൾ വെറുതെ ഒരു കാര്യങ്ങളിലും ഇങ്ങനെ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യം വളരെ പ്രാധാന്യമാണ്. ആരോഗ്യപരമായി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. വിശ്വാസപരമായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് ഇഹലോകവാസം, പരലോകവാസം, പാരത്രിക ലോക ജീവിതം, ഇതിനിടയിലുള്ള ബർസിക മറഞ്ഞ ലോകം, 2 വിഭാഗത്തിലും ഉണ്ട്. അപ്പോൾ നമ്മൾ മരണത്തിലേക്ക് പോകുമ്പോൾ ഈ മരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഇവിടെ ആരും നമ്മളൊരു മുന്നറിയിപ്പോ ഒരു തയ്യാറെടുപ്പോ നീ ഇപ്പം മരിക്കും, അടുത്ത ആഴ്ച മരിക്കും, മറ്റന്നാൾ മരിക്കും, ഇവിടെ ആരും ഒരു കൂട്ടുകാരും നമ്മുടെ അടുത്ത് പറയില്ല. പക്ഷെ ഒരു കുട്ടി ജനിക്കാൻ വരെയാണെങ്കിൽ പറയും 10 മാസമായി ഇപ്പോൾ ആശുപത്രി കൊണ്ടുപോയി, അടുത്ത് എന്നാ ആശുപത്രി, എന്നാ പ്രശ്നം എന്നൊക്കെ ചോദിക്കും. ഇവിടെ മരിക്കുന്നില്ല, മരിച്ചു കഴിഞ്ഞാലോ നമ്മളെ ആരോ ഇവിടെ നിന്ന്, അപ്പം ജനിച്ച സമയത്തും നമ്മെ ആരോ ഒക്കെ വന്നു നമ്മളെ കുളിപ്പിക്കുന്നു, കഴുകി കുളിപ്പിക്കുന്നു. ഇപ്പം ആരോ പേരിടുന്നു. സ്വന്തമായിട്ട് കുട്ടിക്ക് പേരിടാൻ പറ്റുന്നില്ല. അവൻ്റെ സ്വന്തം പേരിന് അവൻ നിശ്ചയിക്കാൻ അവന് കഴിവില്ല. അവനെ ആരോ പേരിടുന്നു. അവന് തള്ളയ്ക്ക് സ്വന്തമായി പാല് കുടിക്കാൻ പറ്റുന്നില്ല. ആരോ എഴുതി കഴുകി കുളിപ്പിക്കുന്നു, കൊണ്ടുചെന്ന് ആരോ ഉടുപ്പിടുന്നു. അത് ഇവിടെ മരിക്കുമ്പോഴും ആരോ ഒക്കെ അന്തരം കൂടി നിൽക്കുന്ന ആൾക്കാർ കൊണ്ടുപോയി കഴുകി കുളിപ്പിക്കുന്നു. അപ്പം 3-4 അവൻ ദേഹത്ത് കിടന്ന വസ്ത്രങ്ങൾ അപ്പോഴേ തന്നെ എല്ലാം അഴിച്ചു മാറ്റുന്നു. അവനെ ആരോ കൂടിയ ആൾക്കാരെല്ലാം കൂടി പുതിയ വസ്ത്രങ്ങൾ ധരിപ്പിക്കുന്നു. ഇവിടെ ജനിച്ച സമയത്ത് ഇതേ തന്നെ പ്രക്രിയ. ജനിച്ച സമയത്ത്, കുട്ടി പ്രസവിച്ച സമയത്ത് അവനെ ആശുപത്രി അറ്റൻഡറോ അല്ലെങ്കിൽ വീട്ടിലുള്ളവരെ കഴുകി കുളിപ്പിക്കുന്നു, കുട്ടി ഉടുപ്പിടുന്നു, അതിനെ പൊക്കൾ കൂടി മുറിക്കുന്നു, അതിന് തള്ളയുടെ അടുത്ത് സ്വന്തമായി പാൽ കുടിക്കാൻ പറ്റുന്നില്ല, കൊണ്ടിച്ചെന്ന് അതിനെ മുലയുടെ ഭാഗത്ത് കൊണ്ടിച്ചെന്ന് കുട്ടിക്ക് പാൽ കുടിപ്പിക്കാൻ ഒരാളുടെ സഹായം വേണം. അപ്പോൾ സ്വയമേ അവിടെ കാര്യമില്ല. മരിക്കുമ്പോഴും ഇവനെ ആരോ കുളിപ്പിക്കുന്നു, ആരോ വന്ന് കട്ടിൽ കിടത്തുന്നു. അവന് സ്വയമേ അവിടെ എണീറ്റൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഈച്ച പോലും മുഖത്ത് വന്നിരുന്നാൽ എടിച്ച് കളയാൻ പറ്റത്തില്ല. പിന്നെയോ തൊട്ടിലല്ല ആട്ടുന്നു, തൊട്ടില്. അപ്പോൾ അവന് ഉറങ്ങണമെങ്കിൽ ആരെന്ന് ചെല്ലി തൊട്ടിക്കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആടും. നമ്മൾ മരിച്ചു കഴിഞ്ഞ് നമ്മൾ മയ്യത്ത് കട്ടില് പള്ളിക്കട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ എല്ലാവരും സന്തൂക്ക് ഇങ്ങനെ സ്പീഡിൽ കൊണ്ടുപോകുമ്പോൾ അതിനകത്തുണ്ട് മയ്യം പൊതിഞ്ഞ് 21 വെള്ള തുണിയാണ്, 3 ഷീറ്റ് തുണിയിൽ പൊതിഞ്ഞ് കൊണ്ടുപോകുമ്പോൾ ആ കട്ടിലിൻ്റെ അകത്തിരുന്നുകൊണ്ട് ആ മയ്യ അങ്ങോട്ടും ഇങ്ങോട്ടും ആണ്. അന്നൊരു ലായലയിലുള്ള ചെല്ലുന്നത്. കാര്യം ലായലയിലുള്ള ചെല്ലിയാണ് എല്ലാവരും മയ്യത്തിൻ്റെ ഫ്രണ്ടിലാണ്. മയ്യത്ത് ഏറ്റവും പുറകിലാണ് വരേണ്ടത്. മയ്യത്തിനെ കൊണ്ടുപോകുന്ന ആൾക്കാർ അതിനെ വഹിക്കുന്നവരും വളരെ മുന്നിൽ വേഗതയിൽ പോയിട്ട് ഈ ദിക്റാണ് തരുന്നത് ഈ ലായലയിലുള്ള. ഒരു കുട്ടി ജനിച്ചു കഴിയുമ്പോൾ നമ്മുടെ പൂർവീകരായ നമ്മളെ ഉമ്മമാരൊക്കെ തൊട്ടിയിൽ തുണി കെട്ടിയിട്ട് തൊട്ടിൽ എന്തെങ്കിലുമായിട്ട് ഇപ്പം ഇലക്ട്രിക്കിൻ്റെ ഇപ്പോഴത്തെ ഇരുമ്പിൽ തൊട്ടിയാലും ഏത് തൊട്ടിയാലും ഇട്ടിട്ട് ലായലായുള്ളതായിരുന്നു പാട്ട് പാടുന്നത്. ഇന്ന് അതൊക്കെ മാറി. അപ്പം ആ ലായലുള്ള തന്നെയാണ് മരിച്ചു കഴിഞ്ഞ് മയ്യത്ത് കെട്ടിൽ വെച്ചിരിങ്ങനെ ആട്ടിയിട്ട് കൊണ്ടുവന്നത്. അപ്പം ഇവിടെ രണ്ടും ചെറിയ. അപ്പം ഞാൻ ഇൻഷാ അല്ലാഹ് ഞാൻ ഈ വിഷയം ഇനി ദീർഘമായിട്ട് ഇതിനെക്കുറിച്ച് സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ഞാൻ സംസാരിക്കാൻ ആദ്യമായിട്ട് അദ്ദേഹം നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ നമുക്കൊരു അവസരം തന്നതാണ്. ഞാൻ ഒന്ന് പ്രിപ്പയർ ചെയ്താണ് വന്നത്. അപ്പോൾ ഓരോ വിഷയങ്ങളെക്കുറിച്ച്, ശുചിത്വത്തെക്കുറിച്ചും നമ്മുടെ ഈമാൻ വർദ്ധിക്കുന്നതിനെക്കുറിച്ചും അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ നമ്മളോടൊപ്പം ഉണ്ടായി മയ്യത്ത് കെട്ടിൽ നമ്മുടെ മയ്യം കൊണ്ടുപോകുമ്പോൾ നമ്മുടെ മേലിൽ നാം നമ്മുടെ റൂഹ് കൊണ്ടുവരും. മലായിക്കത്ത് ഇസ്രായേൽ അലൈഹിസ്സലാം അവർക്ക് റൂഹ് പിടിച്ചത് 40 ദിവസം വരെ നമ്മുടെ വീട്ടിനെ ചുറ്റിപ്പറ്റി ഉണ്ടാവും. 40 ദിവസം കഴിഞ്ഞ് വാനലോകത്തേക്ക് കൊണ്ടുപോകുള്ളൂ. ഇതിനിടയിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതൊക്കെ ആത്മീയമായിട്ട് നമ്മൾ 40 ദിവസം മസ്റ്റായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മളിവിടുന്ന് പോയേ പറ്റൂ. പോകാനുള്ള നിർബന്ധമായിട്ട് നമ്മൾ കൊണ്ടുപോകും. നമ്മൾ ഒരിക്കലും മരണത്തിൽ നിന്ന് അകന്നു പോകില്ല. അതുകൊണ്ട് 40 വയസ്സ് കഴിഞ്ഞാൽ 50 വയസ്സ് എത്തിയവരെല്ലാം അത് തീർച്ചയായിട്ടും ദിവസം എപ്പോഴും ഓർക്കണം. അതിൻ്റെ പ്രതിഫലത്തെക്കുറിച്ചൊക്കെ ഞാൻ സംസാരിക്കാം. അതിൽ വിശുദ്ധ ഖുർആൻ നമ്മളോടൊപ്പം വരുന്ന ആകെ ഒരേ ഒരു ഖുർആനാണ്. അള്ളാഹുവിൻ്റെ തിരുവചനമാണ്. അള്ളാഹു ശബ്ദിച്ച ശബ്ദം നമുക്ക് ഡയറക്റ്റായിട്ടോ മുത്തുനബി നമുക്ക് ഡയറക്റ്റായിട്ട് അള്ളാഹുവിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. വേറെ ഒരു പ്രവാചകന്മാർക്കും അങ്ങനെ കൊടുത്തിട്ടില്ല. അതിനെക്കുറിച്ചൊക്കെ ഇൻഷാ അല്ലാഹ് സവിസ്തരം നിങ്ങൾക്ക് ഞാൻ ഇതിനെക്കുറിച്ച് എനിക്കറിയാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ വിശുദ്ധ ശഅബാൻ മാസമാണ്. ഈ ശഅബാൻ മാസം മുത്തുനബി പറഞ്ഞു എൻ്റെ മാസമാണ്. എൻ്റെ മാസം എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ്? മുത്തുനബി ഈ ലോകത്ത് എന്തെല്ലാം കാണിച്ച് ചര്യകളെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ആംഗ്യം കൊണ്ടും ദൃശ്യം കൊണ്ടും ശബ്ദം കൊണ്ടും എന്തൊക്കെ ജീവിതം കാണിച്ചോ അത് നമ്മൾ പകർത്തുമ്പോഴാണ് നബിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം തോന്നുന്നത്. അപ്പം നമ്മൾ നബിയുടെ ചര്യകളെ പിന്തുടർന്ന് കറക്റ്റ് അത് സ്വന്തം ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് നബിക്ക് സന്തോഷവും ആനന്ദം ഉണ്ടായും. അള്ളാഹു അതിൽ കൂടി നമ്മളിൽ പ്രവേശിക്കുകയും നമുക്ക് ആത്മീയമായ ചൈതന്യം അള്ളാഹു തആല നമുക്ക് തരിക. അപ്പം മുത്തുനബിയുടെ മാസം എന്ന് പറഞ്ഞാൽ അതാണ്. നേരത്തെ അള്ളാഹുവിൽ നിന്നുള്ള ഹക്കടപാടുകൾ
ഇടപാടുകളൊക്കെയാണ്. നേരത്തെ റജബ് മാസം നമ്മൾ പറഞ്ഞു. അപ്പം മുത്തിനിമയിലുള്ള ഹക്ക് ഇടപാടുകളാണ്. നബി എന്തൊക്കെ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം സ്വീകരിക്കുകയും നബി എന്തെല്ലാം വെറുക്കപ്പെട്ടുണ്ടോ അതെല്ലാം വെറുക്കപ്പെടുകയും പിന്നെ അതിനടുത്ത മാസം നമ്മുടെ സ്വന്തം ശരീരത്തോടും നമ്മുടെ ആത്മാവിനുള്ള ഹക്ക് ഇടപാടുകളാണ്. അപ്പം ഇന്നും കണക്ടിവിറ്റിയാണ് അതെല്ലാം കേട്ടോ. ഇൻഷാ അല്ലാഹ് അള്ളാഹ് കബൂൽ ഈ മാസം ഇവിടുത്തെ പറയുക നമ്മളെല്ലാവരും മുഅ്മിനീൻ സദൃശതയിൽ ഉൾപ്പെടുത്തി ഈ ലോകത്ത് നിന്ന് ഇവിടെ വരുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് ചൊല്ലിക്കൊണ്ട് അവന്റെ ഹിദായത്തിനായി ഈ സ്വർഗം എല്ലാം സംതൃപ്തിയുടെ ആത്മാവ് വരൂ എന്ന് സ്വർഗ്ഗപുല്യങ്ങൾ വന്ന് നമ്മൾ കൊണ്ടുവന്ന കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. സ്വർഗത്തിൽ പ്രവാചകനോടൊപ്പം നമ്മുടെ മുന്നേ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കളുടെ ആത്മാക്കൾക്ക് ശാന്തി സമാധാനം രക്ഷ നൽകട്ടെ. അവർ ഇല്ലീൻ എന്ന് പറയുന്ന സ്വർഗീയമായ അവർ പ്രത്യേക കോൺസ്റ്റിറ്റ്യൂഷൻ ക്യാമ്പിലാണ്. ഇല്ലീൻ സിദ്ദീൻ അതിൽ ഇല്ലീൻ എന്ന് പറയുന്ന സ്വർഗീയ അനുഭൂതികളുള്ള ഒരു സ്ഥലത്താണ്. അവിടെ അവർ എത്തിക്കട്ടെ. അവർക്ക് അതിൻ്റെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം എല്ലാ സ്വഭാവങ്ങളും അവർക്ക് എത്തിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ് നമുക്ക് ഈ തന്ന നിർദ്ദേശങ്ങൾ ഉപദേശങ്ങളൊക്കെ അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. ലോകത്ത് ഉപകരിക്കുന്ന സൽക്കർമ്മങ്ങൾ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇനിയും നമ്മുടെ ഈ ഖമറുദ്ദീൻ സാറ് വന്ന് നമുക്ക് ക്ലാസ് എടുക്കും. ഇൻഷാ അല്ലാഹ് വളരെ വിലപ്പെട്ട അറിവുകളാണ് നമുക്ക് കിട്ടിയത്. അൽഹംദുലില്ലാഹ് ഇനിയും ഞങ്ങളുടെ ഈ ബൈത്തുൽ ഖുർആൻ സന്ദർശിക്കണമെന്ന് നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം.